ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കട്ട്ലേറ്റിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കട്ട്ലേറ്റ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇത് ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് സവാള, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളകൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അത് നമ്മൾ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക. അപ്പൊ നമ്മൾ 3 ഉരുളക്കിഴങ്ങാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ നമ്മൾ അതിൽ കുഴയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു വലിയ ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ബ്രെഡ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് കൊടുക്കുക. അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് സെറ്റ് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും നമ്മൾ നേരത്തെ കാണിച്ച സവാള, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാണ്. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എരിവിനുള്ള ചെറിയൊരു ഫ്ലേവറിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ അത് നമ്മൾ നല്ല രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ബ്രെഡ് പോയിട്ട് പൊടിച്ചിട്ട് വന്നിട്ട് നമുക്ക് മുക്കി പൊരിക്കാനായിട്ടൊരു ബ്രെഡ് ക്രംസ് പോലെ എടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു മുട്ട എടുത്ത് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. മുട്ടയിലാണ് നമ്മൾ മുക്കി പൊരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ശേഷം നമ്മൾ ആ കുഴച്ച് വെച്ച ഒരു മാവ് എടുത്തിട്ട് കട്ട്ലേറ്റിന്റെ ഷേപ്പിലേക്ക് ആക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ കട്ട്ലേറ്റ് വേണ്ട ആ ഷേപ്പിലേക്ക് ആക്കി കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ സാധാ കട്ട്ലേറ്റിന്റെ ഷേപ്പിൽ തന്നെയാണ് ആക്കിയിട്ടുള്ളത്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. അപ്പൊ നമ്മളിവിടെ ഒരു 12 എണ്ണം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതാ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ നമ്മുടെ കട്ട്ലേറ്റ് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നേരെ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുകയാണ്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എല്ലാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. ഈസി ആയിട്ട് നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ അടുത്തത് നമ്മൾ ഇട്ട് കൊടുക്കാണ്. അപ്പൊ നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അധികം മെനക്കേടില്ലാത്ത പണിയാണ്. അതുപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ അച്ഛന് കൊടുത്തിട്ടുണ്ട്. അച്ഛൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കഴിച്ചു കഴിഞ്ഞിട്ട് സൂപ്പറാണ്, അടിപൊളിയാണെന്ന് പറയുന്നതാണ് കാണിക്കുന്നത് അതില്.